തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭയിൽ വിജയം നേടുക ലക്ഷ്യവുമായി UDF പ്രചരണം ശക്തമാക്കുന്നു. കഴിഞ്ഞ തവണ LDF ഭരണം പിടിച്ചെങ്കിലും ഇത്തവണ സ്ഥിതിഗതികൾ മാറിമറിയുമെന്ന് UDF നേതാക്കൾ പറയുന്നു. UDFിന്റെ കോട്ടയായി അറിയപ്പെട്ടിരുന്ന പാലായിൽ ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് മത്സര രംഗത്തിറക്കിയിരിക്കുന്നത്. UDFിന്റെ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിൽ സ്ഥാനാർത്ഥി സംഗമം പാലായിൽ നടന്നു. പടവൻസ് ഹൗസിൽ നടന്ന സ്ഥാനാർത്ഥി സംഗമത്തിൽ 26 വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ അണിനിരന്നു. സ്ഥാനാർത്ഥികളെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചുകൊണ്ട് പ്രമുഖ നേതാക്കൾ ആശംസകൾ അർപ്പിച്ചു. PA ജോസഫ് MLA, മാണി സി കാപ്പൻ MLA, ഫ്രാൻസിസ് ജോർജ് MP, PC തോമസ്, അഡ്വക്കേറ്റ് ടോമി കല്ലാനി, ജോസഫ് വാഴക്കൻ, ജോയ് എബ്രാഹാം, പ്രൊഫസർ സതീഷ് ചൊള്ളാനി, ജോർജ് പുളിങ്കാട്, കുര്യാക്കോസ് പടവൻ, തോമസ് കുട്ടി നേച്ചിക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടയം ജില്ലയിലെ 6 മുനിസിപ്പാലിറ്റികളിലെ സ്ഥാനാർത്ഥി സംഗമത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. പക്ഷെ നമ്മുടെ നാട്ടിലെ സ്ഥാനാർത്ഥികൾ വളരെ നല്ല ഐശ്വര്യമുള്ള, എനിക്ക് തോന്നുന്നു നല്ല ജനപിന്തുണയുള്ള, ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ നിർത്താൻ പാലായിലെ UDF നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ അഭിമാനകരമായ കാര്യമാണ്. 2015 കോട്ടയം ജില്ലയിലെ 6 മുനിസിപ്പാലിറ്റിയും UDF ഭരിച്ചതാണ്. ആ ജനത്തിന്റെ പിന്തുണ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഈ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയണം. അതിനു വേണ്ടത് നമ്മുടെ ഒരു കൂട്ടായ്മയും പരിശ്രമമാണ്. പരിശ്രമമില്ലാതെ നമുക്ക് തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയില്ല. എത്ര രാഷ്ട്രീയ സാഹചര്യവും സാമൂഹിക സാഹചര്യവും നമുക്ക് അനുകൂലമായെങ്കിലും നമ്മുടെ കഠിനാധ്വാനത്തിന് മാത്രമേ നമുക്ക് പൂർണ്ണ വിജയം ഉണ്ടാക്കാൻ കഴിയൂ. അത് പാലായിൽ ഈ തിരഞ്ഞെടുപ്പിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന നല്ല സ്ഥാനാർത്ഥികളും അതിന് നേതൃത്വം കൊടുക്കുന്ന നല്ല നേതാക്കന്മാരും പാലായിലുണ്ട്. നമുക്ക് ഒന്നിച്ചു നിന്ന് ഈ വിജയം ഇവിടെ